ഹലോ ഗൈസ്, എൻ്റെ പേര് എജയക്കോട്. എനിക്കെൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയലാണ് എന്താണ് എച്ച് ടി എമ്മിലും എച്ച് ടി എമ്മിലെ കുറേ ഫങ്ഷൻസും അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാൻ പോണത്. സോ എന്താണ് എച്ച് ടി എം എൽ എന്ന് അറിയണമെന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് അറിയേണ്ട ഒരു കാര്യമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കാണ്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിന് ഇത്ര സ്കോപ്പ് ഉണ്ട് അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പം ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിന് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു സ്റ്റഡിയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും രണ്ട് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും. ഒരു വെബ്സൈറ്റിനാണ് ഇത് രണ്ടും ഉള്ളത്. സോ നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ കേസിൽ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആമസോണിൽ നമ്മൾ കാണുന്ന കുറേ ഓഫേഴ്സിൻ്റെ സാധനങ്ങൾ, ആർട്ട് കോട്ട് പർച്ചേസ്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിലാണ്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് വന്ന ലാംഗ്വേജ് ആണ് HTML, CSS, JavaScript. ഇവ മൂന്നും ഉണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പഠിക്കാം. സോ ഇവ മൂന്നുമാണ് വെബ് ഡിസൈനിങ്ങിൻ്റെ അണ്ടർ വരുന്ന ലാംഗ്വേജ്. സോ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന കോഡ്, ഇപ്പോൾ ഇതിൻ്റെ പുറകെ കുറേ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെ ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്ന കോഡിനെ ആണ് നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നതാണ് പൈത്തൺ, ജാവ അങ്ങനത്തെ കുറേ കോഡുകൾ. സോ വീണ്ടും HTML കേസിൽ തന്നെ വരും. HTML ആണ് ഇതിൻ്റെ ബേസ്. HTML, CSS, JavaScript ഈ മൂന്നുമാണ് കവർ ചെയ്യാൻ ഞാൻ പോകുന്നത്. വെബ് ഡിസൈനിങ് ആണ് എൻ്റെ ഫസ്റ്റ് എനിക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്ക്. കടമയല്ല, മീൻസ് എനിക്ക് ഗൈസ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്താ ഗൈസ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്. HTML എന്താണ്? ഇനി HTML കേസിലേക്ക് വരാം. HTML ഇങ്ങനൊരു ലാംഗ്വേജ് ആണ്. സോ HTML കേസിലേക്ക് വരുവാണെങ്കിൽ HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML അറിയപ്പെടുന്നത്. സോ ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ സേൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ 1980 അവസാനത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ടിം ബെർണേഴ്സ്-ലീ. അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായി. എന്ന് വെച്ചാൽ ഓരോ കമ്പ്യൂട്ടറുകളിലെ ഇൻഫർമേഷൻ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇതിന് ടിം ബെർണേഴ്സ്-ലീ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് ഹൈപ്പർ ടെക്സ്റ്റ് ഓർ ലിങ്ക് വഴിയായിരുന്നു വേറൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ള കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതും കൊണ്ട് ക്രിയേറ്റ് ആക്കിയതാണ് HTML. സോ ഇനി HTML എഴുതാൻ എവിടെയാണ് എഴുതേണ്ടത്? HTML എഴുതാൻ അതിൻ്റേതായ IDE ഉണ്ട്, ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. ഒരു എൻ്റേതായ IDE ഉണ്ട്. സോ ഞാൻ കുറച്ച് IDEയുടെ പേര് പറയാം. യൂട്യൂബിലുണ്ട്, ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നില്ല. എനിക്കൊരു ലാപ്ടോപ്പ് ഇല്ല, ഞാനാണെങ്കിൽ ടാബ്ലറ്റിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സോ ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷെ അതിൽ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഒന്നെങ്കിൽ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ ഈ ഡൗൺലോഡിൻ്റെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്? സോ ഫസ്റ്റ് VS Code ഉണ്ട്, പിന്നെ VS Code പോലത്തുള്ള പല IDE ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പം നോട്ട്പാഡ് വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ. അപ്പം ഇവിടെ എനിക്ക് കുറേ മിസ്റ്റേക്ക് വരുമെന്നല്ല, എനിക്ക് സംസാരിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് സ്വഭാവക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്, ഭയങ്കര ഷൈ ആണ്. എനിക്ക് പറയേണ്ടത് എന്തെങ്കിലും മറന്നു പോവുക. ഞാൻ അത്രയും ഗുഡ് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ബട്ട് ഐ എം ട്രൈങ് ടു ബി ടീച്ച് യു ബെറ്റർ തിങ്സ്. ഒന്നും തോന്നരുത്, ആരും റോസ്റ്റ് ചെയ്യരുത് ഗൈസ്. അപ്പം ഞാനിത് ഈ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം.